പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. തരൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് അഴിമതിക്കും ഭരണസ്തംഭനത്തിനും സ്വജനപക്ഷപാതത്തിനുമെതിരെ തരൂർ UDF മണ്ഡലം കമ്മിറ്റി നടത്തിയ ധർണയുടെ ഉദ്ഘാടനം KPCC മെമ്പർ C പ്രകാശൻ നിർവഹിച്ചു. കഴിഞ്ഞ 4 വർഷത്തിനിടെ തരൂർ ഗ്രാമപഞ്ചായത്ത് 6 കോടിയോളം രൂപ ചെലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയതായി പ്രകാശൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ പൂർണ്ണമായി തകർന്നു. തെരുവ് വിളക്കുകൾ കത്താതായിട്ട് 8 മാസത്തിൽ അധികമായി. 6ാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ തട്ടിപ്പ് നടത്തി. കഴിഞ്ഞ 5 വർഷം ഭരണ നേതൃത്വം പൂർണ്ണ പരാജയമായിരുന്നു എന്ന് തരൂർ നിയോജക മണ്ഡലം UDF ചെയർമാൻ P മനോജ് കുമാർ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. SP മണ്ഡലം സെക്രട്ടറി രവി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തരൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് TK വിശ്വനാഥൻ നന്ദി പറഞ്ഞു. നിരവധി പ്രവർത്തകർ ധർണയിൽ പങ്കെടുത്തു. അതിശക്തമായ സമരങ്ങളുമായി UDF മുന്നോട്ട് പോവുകയാണ്. ആ UDF മുന്നോട്ട് പോകുമ്പോൾ ആ സമരത്തിൽ തന്നെ അദ്ദേഹം ഈ പുരോഗമന പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ തന്നെ പറയണ സമരം ചെയ്ത നമ്മുടെ MLA പേരെന്ന് പത്രത്തിൽ നജീബ് കാന്തപുരം, അയാളത് ഹൈറ്റ് കമ്മിയാണ്. ആളുകൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പുരോഗമന പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ പുരോഗമന പാർട്ടിയാണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണല്ലോ അവർ ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റി അങ്ങനെ പുരോഗമനം പറയുന്ന ആളുകൾ ബോഡി ഷേമിംഗ് അത് നിയമസഭയുടെ പരിരക്ഷയുള്ളത് കൊണ്ടാണ് നിയമസഭയിൽ വെച്ച് അദ്ദേഹത്തിന് പറയാൻ വേണ്ടി കഴിഞ്ഞത്. അത് പുറത്തു വെച്ച് പറഞ്ഞാൽ പോലും നമുക്ക് കേസെടുക്കുവാൻ ഇന്ത്യൻ ഭരണഘടനയിൽ നിയമമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഈ ഹൈറ്റ് കമ്മിയായിട്ടുള്ളത് പത്രത്തിലൊക്കെ നിങ്ങളുടെ മുഖപത്രമായിട്ടില്ല എല്ലാ ഇതിലും എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ ഹൈറ്റ് കമ്മിയായിട്ടുള്ള നിങ്ങൾ വിചാരിച്ച അവിടെ എന്ത് നടക്കും എന്നുള്ള രീതിയിലേക്ക് ആ ബോഡി ഷേമിംഗ് അദ്ദേഹം അത് പറയുമ്പോൾ അതിൽ കൂടെ ഇരിക്കുന്ന മന്ത്രിമാരും അവരുടെ ഭരണകക്ഷിയിൽപ്പെട്ട MLA-മാരും അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് അതപ്പൊളിച്ച ഒരു ഭരണമാണ് കഴിഞ്ഞ 9.5 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണത്തിനെതിരെയുള്ള ജനവികാരം, അതിശക്തമായ ജനവികാരം വരും നാളുകളിൽ കേരളത്തിൽ അരയേൽക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുള്ളൊരു അവസരമാണ് വരും നാളുകളിൽ നമ്മുടെ ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ. അത് തരൂർ പഞ്ചായത്തിലായാലും അത് കേരളത്തിലെ 1200ഓളം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ബോധ്യമാകും കഴിഞ്ഞ കാലം നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യം. അവിടെ ബോർഡിനെ പറ്റിയൊക്കെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു. ഇതൊന്നും വലിയൊരു കാര്യമില്ല. നിങ്ങൾ ഒരൊറ്റ ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം UDF-ന്റെ കാലഘട്ടത്തിൽ ശ്രീ മനോജിന്റെ നേതൃത്വത്തിൽ ശ്രീ പ്രകാശിന്റെ പ്രസിഡന്റായിട്ടുള്ള ഭരണസമിതി നടപ്പിലാക്കിയ പദ്ധതികൾ, പരിപാടികൾ, ആ പരിപാടികൾ എടുത്ത് പരിശോധിക്കുകയും അത് ജനങ്ങളുടെ മുമ്പിൽ ബോധിപ്പിക്കുകയും ചെയ്താൽ നമ്മൾക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ത്രിതല പഞ്ചായത്തിൽ ശക്തമായ തിരിച്ചടി ഈ അഴിമതി നിറഞ്ഞ സ്വജനപക്ഷപാതം നിറഞ്ഞ ലൈഫ് പദ്ധതിയിൽ വെറുതെ ആദ്യത്തെ 373 ലൈഫ് പദ്ധതി ഉണ്ട്. PMAY ലൈഫ് പദ്ധതി അത് എടുക്കുന്ന മനോജിന്റെ കാലത്ത് കൊടുത്ത് കൊടുത്ത പദ്ധതിയുടെ നമ്പർ അടക്കം കയറ്റിയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലേക്കാണ് ഈ ഭരണം മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെയുള്ള ശക്തമായ വികാരം വരും നാളുകളിൽ ഉണ്ടാകുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഈ പഞ്ചായത്തിന് മുമ്പ് ഇതുപോലുള്ള പരിപാടി സംഘടിപ്പിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.